ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആവറേജ് ഒരു 502 എൻട്രി കിട്ടിയിട്ടുണ്ട്. 105 ക്വാണ്ടിറ്റി 57,700 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തേക്കുന്നത്. 105 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 502.75 ജസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ഓൺ ആക്കുമ്പോഴത്തേക്കും ഒരു 510 515 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1000+ ഒരു പ്രോഫിറ്റ് ഏകദേശം ഒരു 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ട്രേഡ് എടുത്തേ ഉള്ളൂ. ട്രേഡ് എടുത്ത ഉടനെ നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മുടെ ടാർഗറ്റും എൻട്രിയും ടാർഗറ്റും എക്സിറ്റും ഒന്ന് പ്ലാൻ ചെയ്യാനില്ല, പ്ലോട്ട് ചെയ്താൽ മതി. ഓൾറെഡി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മളുടെ ആ ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ ആ എൻട്രി ക്യാൻഡലിൻ്റെ അവിടുന്ന് മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആക്കിയത്. പക്ഷെ അതിപ്പം ഒരു റിജക്ഷൻ ക്യാൻഡിലും കൂടെ ആയി മാറുന്നുണ്ട്. എനിവേസ് നമുക്ക് ഏതായാലും നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചിലവർ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ചിലവർക്ക് അറിയാത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ജസ്റ്റ് നമ്മുടെ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ്. നമ്മളുടെ എക്സിറ്റ് എന്ന് പറയുന്നത് 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 552. താഴത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നല്ലൊരു റിജക്ഷനായി മാറുന്നുണ്ട്. എഗെയിൻ നമ്മളുടെ കോസ്റ്റിലേക്ക് വരുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലോട്ട് ചെയ്യാം. 105 ക്വാണ്ടിറ്റി 502 ബൈയിങ് പ്രൈസായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഒരു 25-26 പോയിൻറ്റ്സിൻ്റെ 477 478. ട്രിഗർ വന്നിട്ട് 478. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 477 478 മാർക്കറ്റ് പെട്ടെന്ന് താഴത്തോട്ട് കണ്ടോ. അത്രയും നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം വീണ്ടും ഒരു 1000 റുപ്പീസിൻ്റെ അടിച്ച് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ റെഡ് ലൈൻ. ഈ ഒരു ഏരിയയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ട്, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് ഇറങ്ങാം. ഇനി അതല്ല മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 500 റുപ്പീസ് 600 റുപ്പീസിൻ്റെ അടുത്ത് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ 57,700 പുട്ട് ഓപ്ഷനാണ്. മാർക്കറ്റിലൊരു വലിയ മൊമെൻറ്റം ഇല്ല. ഇന്നലെ ഒരു അവധി ദിവസം കൂടി പാർട്ടിസിപ്പൻസ് കുറവാണ്. ഈ പ്രീമിയത്തിലൊക്കെ ഇത്രയൊക്കെ ഹൈപ്പ് കൊണ്ട് വച്ചേക്കണ കൊണ്ടാണ് പാർട്ടിസിപ്പൻസ് കുറവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ നിങ്ങൾ ആ ക്യാൻഡിലൊക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രേഡിങ് ചെയ്യുന്നവരെ ഒന്നും ഗവൺമെൻറ്റിന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ വളരെ എനിവേയ്സ് നമ്മളതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ ജോലിയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ നമ്മളൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് മൊമെൻറ്റം ഇല്ലാത്തതിൻ്റെ രോദനം. അങ്ങനെ കണ്ടാൽ മതി. എനിവേയ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 800,000 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. നോക്കിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം നമ്മളുടെ ഫേവറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 2000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. 55
552 ആണ് നമ്മളുടെ ടാർഗറ്റ്. 552 റൈറ്റ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ഞാൻ ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2600 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു വലിയൊരു അപ്സൈഡ് ഒരു ഡൗൺഫോൾ ഉണ്ടാവും എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു 3000+ൻ്റെ ഒരു 3000ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 2700 2800 ഒരു 3000+ൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കിനി ട്രെയിൽ ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഫോളാണ് ചെയ്യുന്നത്. ഓക്കെ, 2900 2009 മാർക്കറ്റ് ഫൈൻ 3000 കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വയ്ക്കാം. ഒരു 2009 ഓക്കെ 3000 ഒരു 3000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഇവിടുന്ന് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിയുവാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ട്രേഡിൽ വളരെ ഒരു റിലാക്സ് ചെയ്തിരിക്കുക. കാരണം ഇവിടുന്ന് ഇനിയിപ്പോൾ തിരിയുവാണെങ്കിൽ കൂടി നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്, കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കണ്ടിന്യൂസ്ലി അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 2700 2800 അടുപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 5000+ൻ്റെ ഒരു പ്രോഫിറ്റ് ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. 552-ലാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് ഫോം ആയത്. ഓക്കെ, കുഴപ്പമില്ല. ആസ് എ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡർ എന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് എത്തുമ്പോൾ ബുക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ്. ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് മാർക്കറ്റിൽ ഫോമായി. ഈ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടി. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് മാർക്കറ്റിൽ എൻട്രി എടുത്ത് ആ ഒരു പോർഷനിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം താഴത്തോട്ട് ഫോൾ ചെയ്തു. ഇവിടെ നമ്മളുടെ ടാർഗറ്റും ഇതിൻ്റെ മേളിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസുമാണ് പ്ലേസ് ചെയ്തത്. ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മളൊരു സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് ഇന്ന് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പോയാൽ തന്നെ ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം താഴത്തോട്ട് ഫോൾ ചെയ്യാനാണ് എനിക്ക് ചാൻസ് തോന്നുന്നത്. സോ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ഓവറോൾ ഒരു 5000+ൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്.